യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു നമ്മോട് പരിചയപ്പെടുത്തി തരുന്നത് കാണാം. അൽ ഔലിയാഉ റൈഹാനുല്ലാഹി തആല ഫിൽ അർള്. ഔലിയാക്കൾ അല്ലാഹുവിന്റെ ഭൂമിയിലുള്ള റൈഹാൻ പുഷ്പങ്ങളാണ്. യശുമ്മുഹുസ് സിദ്ദീഖൂൻ. ഔലിയാക്കളെ മണം എല്ലാവർക്കും കിട്ടൂല. നമ്മളെ മുറ്റത്ത് തന്നെയുള്ള മുല്ലയുടെ മണം കിട്ടൂല എന്ന് പറഞ്ഞതുപോലെ കുണ്ടൂര് നമ്മുടെ സമീപത്താണ്, മമ്പുറത്തേക്ക് അധികം ദൂരമില്ല. കൊല്ലത്തിൽ ഒരു തവണ പോലും അവിടെ കയറി നോക്കാത്ത ഹതഭാഗ്യരുണ്ട്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. യശുമ്മുഹുസ് സിദ്ദീഖൂൻ. അതിന്റെ മണം കിട്ടാൻ പറ്റുന്ന സിദ്ദീഖീങ്ങളുടെ മൂക്ക് വേണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ, ആ മണം കിട്ടിക്കഴിഞ്ഞാൽ ഫയഷ്താഖൂന ഇലല്ലാഹ്. ഒരു മഹാന്റെ സാന്നിധ്യത്തിൽ ചെന്നാൽ ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരുമായ അള്ളാഹുവിന്റെ അഖിലിന്റെ നോട്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിനോടുള്ള താല്പര്യം നമ്മുടെ കൽബിൽ വർദ്ധിക്കാൻ അത് കാരണമാണ്. അത് നമ്മുടെ കൽബ് ഹയാത്താകാനുള്ള കാരണമാണ്. ദവാഉ ഖൽബിൻ ഖംസതു ഫതിലാബത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ വത്തദറഉ ബിസ്സഹാർ വമുജാലസാതു സാലിഹീനൽ ഫുദ്ദലാ. കൽബിന് ഹയാത്ത് കിട്ടുന്ന വഴികളിലൊന്ന് സാലിഹീങ്ങളുടെ കൂടെ പോയിരിക്കലാണ്. അതാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറയുന്നത്. ആ സാലിഹീങ്ങളെ അങ്ങോട്ട് നോക്കിയാൽ അള്ളാഹുവിലേക്കുള്ള വഴി നമുക്ക് തുറന്നു കിട്ടുമെന്നാണ്. ഒന്നാമത്തെ വഴി അതാണ്. രണ്ടാമത്തേതോ വന്നദരി മിൻഹും. ആ ഔലിയാക്കളിൽ നിന്നുള്ള ഒരു നോട്ടം ഇങ്ങോട്ട് കിട്ടിയാ മതി. അതിനാണ് നമ്മൾ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയത്. ഗൗസുൽ ആലമിന്റെ മജ്ലിസ് ആകുമ്പോൾ അവിടുത്തെ നോട്ടം ഉണ്ടാകും. ആ നോട്ടം കിട്ടിയാൽ, ആ നളിറിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അത് എപ്പോഴെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ലെവല് മാറും. ഏതെങ്കിലും ഒരു ഔലിയാന്റെ, ഏതെങ്കിലും ഒരു സാലിഹിന്റെ നോട്ടത്തിന്റെ പരിധിയിൽപ്പെട്ടാൽ, എത്രയോ ചരിത്രങ്ങളാണ്. ഇമ്മത്ത് തമ്മാടികളായ ആളുകൾ പോലും മഹാന്മാരുടെ ഒരു വാക്ക് കേട്ടപ്പോൾ, അവരുടെ നോട്ടം കിട്ടിയപ്പോൾ വലിയ വിലായത്തിന്റെ ദറജകളിലേക്ക്